ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു, ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു, വീട്ടിലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ വൻ ബിസി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്യൂബിനകത്ത് വീഡിയോസ് ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം ആവാറായി. അപ്പോൾ എല്ലാ തിരക്കും കഴിഞ്ഞു. ഇനി പ്രോപ്പറായിട്ട് നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അതിനിടയിൽ എനിക്ക് 50K സബ്സ്ക്രൈബേഴ്സായി. ഞാൻ പോലും അറിഞ്ഞില്ല 50,000 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരു നല്ലൊരു ഗിവ് അവേ നമ്മൾ അടുത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് പേർക്കുണ്ട്, അതായത് ഒരാൾക്കല്ല, ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ കൂടി കുറച്ചധികം ആൾക്കാർക്കായിട്ട് ഒരു നല്ലൊരു ഗിവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാം. ബോൾട്ട് എന്ന ബ്രാൻഡ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചെന്ന പ്രോഡക്റ്റാണ് ബോൾട്ടിൻ്റെ W50 എന്ന് പറയുന്ന ഒരു TWS ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. അപ്പോൾ ഞാൻ മുൻപും ബോൾട്ടിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ബോൾട്ട് സ്ട്രൈക്കർ, ബോൾട്ട് ക്രൗഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വാച്ചുകളും ഹെഡ്സെറ്റുകളും ഒക്കെ ഒരുപാട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 8-9 ദിവസമായിട്ടുണ്ട് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഇതല്ല തിരക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. പക്ഷേ ഞാൻ ഈ സാധനം പൊട്ടിച്ച് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ TWS അല്ലെങ്കിൽ എയർ ഡോപ്സ് ഒന്നും എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആളല്ല. കാരണം ഞാൻ മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കോൾ വരുമ്പോൾ എനിക്ക് നെക്ക് ബാൻഡാണ് കൂടുതൽ എനിക്കൊന്നും കംഫർട്ടബിൾ ആയിട്ടുള്ള. കാരണം ചാർജ് നിൽക്കും, പിന്നെ ഇത് ചെവിയിലിരിക്കാറില്ല. സാധാരണ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എൻ്റെ ചെവിയിലിരിക്കാറില്ല. ഞാനിപ്പോൾ കറൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ഉപയോഗിച്ചത് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഈ ഒരു സാധനം കിട്ടിയ ശേഷം ഞാൻ കുറച്ച് ഉപയോഗിച്ചു. എനിക്ക് ഇഷ്ടമായി. ചാർജിങ്ങും വലിയ കുഴപ്പമില്ല. സാധാരണ ഈ ഇത്തരം ഹെഡ്സെറ്റുകളൊക്കെ 2-3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാട്ട് വയ്ക്കുക അല്ലെങ്കിൽ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓഫായി പോവും, പിന്നെ അതിനകത്ത് കിട്ടണം, അങ്ങനെ പരിപാടിയൊന്നും സാധാരണ ഉണ്ടാവാറ്. ഇത് ശരിക്കും പറഞ്ഞാൽ 4-5 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് ചാർജ് നിൽക്കുന്നുണ്ട്. അതെനിക്കിഷ്ടമായി. പിന്നെ നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് റിവ്യൂ ചെയ്യേണ്ടത്? കാരണം മൊബൈൽ ഫോണോ വാച്ചോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കാണിച്ചു നിന്ന് സെറ്റിങ്സ് ഒക്കെ പരിചയപ്പെടുത്താം. ഇത് നമ്മൾ ചെവിയിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അത് ഒരാഴ്ചത്തോളം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എൻ്റെ ഒരു യൂസർ റിവ്യൂ പറയാം. ഇതിനകത്ത് എന്താ പറയുക, നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളും, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറയാം. നമുക്കതിൽ ഇത് അൺബോക്സ് ചെയ്യാം. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ച പ്രോഡക്റ്റാണ്. എന്തായാലും ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ബോക്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. യൂസർ മാനുവലും അതുപോലെ തന്നെ വാറണ്ടി കാർഡ് നമുക്ക് കിട്ടും. ഇത് 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. 1 കൊല്ലം നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. ഇത് പ്രോഡക്റ്റ് ആയതുകൊണ്ട് 3 മന്ത് എക്സ്ട്രാ വാറണ്ടി, മൊത്തം 15 മാസം വാറണ്ടി നമുക്ക് കിട്ടും. എന്ത് കംപ്ലൈൻ്റ് ആയാലും, വൺ സൈഡ് കേൾക്കാണ്ടിരിക്കുക, മൈക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡെഡ് ആവുക, ചാർജ് കയറാണ്ടിരിക്കുക, എന്ത് കുഴപ്പമുണ്ടെങ്കിലും കസ്റ്റമർക്ക് വിളിച്ചാൽ മതി, അവർ വാറണ്ടി കിട്ടും. കാരണം ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിന് ബോൾട്ടിൻ്റെ ഒരു വാച്ച് എടുത്ത് കൊടുത്തിട്ട് അത് കംപ്ലൈൻ്റ് ആയിട്ട് നല്ല സർവീസ് ആയിരുന്നു. എനിക്ക് സാധനം ഇത് തരുന്നതുകൊണ്ട് പറയുന്നതൊന്നുമല്ല, നമുക്ക് പൈസ ഒന്നും തരില്ല റിവ്യൂ ചെയ്യാനായിട്ട്. ഞാനൊരു ജെന്യുവനായിട്ട് പറയാണ്. ബോൾട്ടിൻ്റെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞ വാച്ച് എടുത്തിട്ട് അത് കംപ്ലൈൻ്റ് ആയിട്ട്, പക്ഷേ നല്ല സർവീസ്, നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. അവർ വീട്ടിൽ വന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് വേറെ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുതന്നു. അപ്പോൾ നല്ലൊരു സർവീസ് നമുക്കിവിടെ കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ഇയർ ബഡുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്, നമ്മുടെ ചെവിയുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മെയിൻ സാധനം പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം, ബോൾട്ട് W50 എന്ന് പറയുന്ന TWSൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലുക്ക് ആൻഡ് ഡിസൈൻ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്കായിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു പേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ലുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇവിടെ ബോൾട്ടിൻ്റെ ലോഗോയും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുള്ളി മാറ്റ് ഫിനിഷാണ് വരുന്നത്, ഡ്യുവൽ കളറാണ് വരുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഫുള്ളി ഒരു മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. എന്തായാലും വേറെ അഴുക്കുകളോ സ്ക്രാച്ചുകളോ ഒന്നും വരില്ല. ഞാൻ എന്തായാലും ഒരു 1 വീക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനും വൈഫൊക്കെ മാറി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ടും വേറെ സ്ക്രാച്ചുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല. സാധാരണ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു മൂടി, ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു ക്വാളിറ്റി കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഭാഗമൊക്കെ നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഒരു മൂടി, ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കി ഓവറോൾ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്, ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പൗച്ചുകളൊക്കെ ഈ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാനിനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം, അതായിരിക്കും നല്ലത്. കാരണം ഇത് ഹെഡ്സെറ്റാണ്. ഇത് നമ്മൾ എത്ര നല്ലതെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെവിയിൽ വെച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് നിങ്ങൾ ഒരു ഐറ്റം പോലും വാങ്ങിക്കരുത്. ഇത് ഞാൻ എൻ്റെ പേഴ്സണലി ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. അത് നോക്കി. അപ്പോൾ ഒന്നാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെവിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. സാധാരണ ഹെഡ്സെറ്റൊക്കെ ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ പോകാറുണ്ട്. ഇത് അങ്ങനെ ഒന്നും പോകുന്നില്ല. ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം കണ്ടോ. അവിടെ അത് ഫിറ്റ് ആയിരുന്നോളും. അതെനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല ഫിറ്റായിട്ട് അത് അവിടെ ഇരിക്കും. പിന്നെ കാണാനും അത്യാവശ്യം കൊള്ളാം, നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ.
ഒരു ചാത്തൻ ലുക്കല്ല, ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾ പറയും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. പിന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിനകത്ത് വരുന്നത്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഐറ്റം എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് PUBG ഒക്കെ കളിച്ച് വീഡിയോ വെച്ച് നോക്കുക, PUBG ഒക്കെ കളിച്ച് വീഡിയോ വെച്ചൊക്കെ നോക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നത് നോക്കുക. എന്തായാലും സ്റ്റീരിയോ സംബന്ധമായ കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ല സുഖമായിട്ട് നല്ല അടിപൊളി ഷാർപ്പ് സൗണ്ട് പാട്ട് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല അടിപൊളി 8D സോങ്സ് 3D സോങ്സും സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ വെച്ച് നോക്കി നല്ല അടിപൊളിയായിട്ട് ഒക്കെ വെച്ച് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. ക്വാളിറ്റി ഉള്ള ഷാർപ്പായിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ 10 മീറ്ററാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. സാധാരണ എല്ലാ സെറ്റും അങ്ങനെ തന്നെ വരാം, 10 മീറ്ററിന് കിട്ടാറുള്ളൂ. ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്ത് കൊണ്ട് നടക്കാന്നല്ല പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിലുള്ള വയർപ്പ്, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ വരുന്ന വയർപ്പ്, അങ്ങനത്തെ ചെറിയ ചെറിയ മഴ തുള്ളികൾ, വെള്ളത്തുള്ളികളൊക്കെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രത്യേകതയും ഇതിനകത്തുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ളത് ഇത് Type-C ആണ്. അപ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, ഫാസ്റ്റ് ചാർജിങ് ഉള്ളതാണ്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് കമ്പനി പറയുന്നത് ഈ ഒരു പവർ ബാങ്ക്, ഈ TWS 50 മണിക്കൂർ വരെ പ്ലേ ബാക്ക് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഹെഡ്സെറ്റ് 6 hours ആണ് അവർ പറയുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് 4 മണിക്കൂറിൻ്റെ അടുത്ത് ഒരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഒരു TWS എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്ലേ ചെയ്തിട്ടുണ്ട്. അത് 2 സിനിമയുടെ അടുത്ത് ഞാൻ ഫുള്ള് ഇരുന്ന് കണ്ടിന്യൂസ് കണ്ടിട്ടും ചാർജ് ഏകദേശം ആ ഒരു രീതിയിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാർജ് നിൽക്കുന്നുണ്ട്. സാധാരണ TWS ഒക്കെ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോഴേക്കും മരിക്കും. അപ്പോൾ നമ്മൾ ഈ പെട്ടിയിലിട്ട് ചാർജ് ചെയ്തിട്ട് പിന്നെ വെക്കണം, അല്ലെങ്കിൽ വൺ സൈഡ് ഉപയോഗിച്ചിട്ട് ഇത് കഴിയുമ്പോൾ അത് എടുത്ത് വെക്കുക, ആ പരിപാടിയാണ്. ഇതെനിക്ക് ഓൾമോസ്റ്റ് 4-5 മണിക്കൂറിൻ്റെ അടുത്ത് ചാർജ് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഏകദേശം അവർ പറയുന്ന സമയം കറക്റ്റാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ ക്വാഡ് മൈക്കാണ് വരുന്നത്. അപ്പോൾ നോയിസ് ക്യാൻസലേഷനൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് കോളിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ ഷോപ്പിൽ ഇപ്പോൾ റിപ്പയർ ചെയ്യുമ്പോഴായാലും എന്താ പറയുക എപ്പോഴും സൗണ്ട് ആയിരിക്കും, ബ്ലോവർ സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസിൻ്റെ സൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓൺ ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഫുൾ ടൈം സൗണ്ട് ഉണ്ടാവും ഷോപ്പിനകത്ത്. എന്നിട്ടും കൂടി ഞാൻ നല്ല രീതിയിൽ കോളിംഗ് ഒക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളിങ്ങിൻ്റെ ഭാഗത്തും നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാഡ് മൈക്കാണ് വരുന്നത്. പിന്നെ നോയിസ് ക്യാൻസലേഷനൊക്കെ അടിപൊളി തന്നെയാണ്. അത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടുകളൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോൾട്ടിൻ്റെ W50 എന്ന് പറഞ്ഞ TWSനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇത് ഇതൊരു ഇയർഫോൺ അല്ലെങ്കിൽ ഇതൊരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ സൗണ്ട് സംബന്ധമായ ഒരു ഐറ്റം ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് അറിയില്ല. കാരണം ഇത് അങ്ങനത്തെ റൈറ്റാണ്. വല്ല മൊബൈൽ ഫോണോ സ്മാർട്ട് വാച്ച് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരാം, ഇന്ന കുഴപ്പങ്ങളെന്ന് പറയാം. ഇത് നമ്മൾ ചെവിയിൽ വെച്ച് കേട്ട് നമ്മൾ അനുഭവിച്ചാൽ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 1000 രൂപ താഴെ പ്രൈസ് റേഞ്ചിനകത്ത് ഇത് അത്യാവശ്യം നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റെക്കമെൻഡ് ചെയ്യാം. പിന്നെ 1 year വാറണ്ടി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും കേടായാലും ഇപ്പോൾ 1000 രൂപ ആയാലും നമുക്ക് നന്നാക്കാമല്ലോ, റെഡിയാക്കാൻ പറ്റും. വാറണ്ടി ഉണ്ട്, ഓരോ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 50,000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ആരൊക്കെയാണ് ഫുള്ളായിട്ട് കാണുന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്, ബൈ.